നാരായണ നാരായണ. ശ്രീ ഗുരുവായൂരപ്പ. ശ്രീമദ് വാൽമീകി രാമായണം രണ്ടാമത്തെ കാണ്ഡം അയോധ്യാകാന്ഡം. അത് കഥ മാത്രം പറഞ്ഞു വരുന്നു. ഒന്നാമത്തെ സർഗമാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. അതിൽ 30 ശ്ലോകങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി 51 ശ്ലോകമാണ് ഇതിലുള്ളത്. നമുക്കത് കേൾക്കാം. ഓം ധർമാർത്ഥ കാമമോക്ഷങ്ങളെ നേടുവാൻ രാമായണ കാവ്യം ചൊല്ലുന്നു ഞാനിഹ. ശ്രീരാമ സീത ഹനുമൽ സ്മൃതി വരാൻ ഭക്തനായി കാൽക്കൽ നമസ്കരിക്കുന്നു ഞാൻ. മുന്നിലും പിന്നിലും രാമ നമിപ്പൂ ഭക്തനായി ഞാൻ. കാക്കണം സർവഭാവേന ഭൂവിലും മൃത്യുശേഷവും. ഈശൻ ആത്മാവിളങ്ങുന്നു നിത്യം ബ്രഹ്മാണ്ടമേതിലും. എല്ലാം ഞാൻ തന്നെ ഈ പാരിൽ നാശമില്ലാത്തതായി സദാ. ഓം ശ്രീ സീതാരാമചന്ദ്രാഭ്യാം നമോ നമ. ഓം ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമാൻ സമേതായ ശ്രീരാമചന്ദ്രായ നമോ നമ. ഇവിടെ യുധാജിത്ത് ഭരതനെയും ശത്രുഘ്നെയും കൂട്ടിക്കൊണ്ടുപോയി കേകയത്തിൽ വസിപ്പിക്കണു. അവിടെ അശ്വതി തൊട്ടുള്ള അമ്മാവന്മാരെ, യുധാജിത്ത് അമ്മാവൻ തന്നെയാണ്. പിന്നെ മുത്തശ്ശന്മാരുണ്ടാവാം, മുത്തശ്ശിമാരുണ്ടാവാം, പലരും ബന്ധങ്ങളൊക്കെ ഉണ്ടാവും. അവരൊക്കെ സുഖിപ്പിക്കണു എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ഇനി സ്വതവേ ഭരതനെ അങ്ങോട്ട് കൊണ്ടുപോയത് ഭരണം എന്നുള്ളത് ഒരു സബ്ജക്റ്റാണ്, പഠിക്കാനുള്ളത്. അപ്പോൾ അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോയത്. ശ്രീരാമൻ ഇവിടെ എങ്ങനെയാ വെച്ചാൽ ഭരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ഈ 14 വർഷം മാത്രമല്ല ഭരതൻ ഭരിച്ചെടുക്കണത്. അവിടുന്ന് അങ്ങോട്ടും ഭരണം ഭരതൻ തന്നെയാണ്. ഏട്ടൻ പറയണു, അനിയൻ ചെയ്യണു. അത് ശത്രുഘ്നനെ കൊണ്ട് ചെയ്യിക്കണം. മുഴുവൻ അത്രയേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ചക്രവർത്തി എന്നുള്ള നിലയ്ക്ക് അവിടെ ശ്രീരാമനാണ് രാജാവ്. അപ്പോൾ ആര് ഭരിച്ചു എന്നാ പറയുക? ശ്രീരാമൻ ഭരിച്ചു എന്നാ പറയുക. അന്തിമ തീരുമാനം ശ്രീരാമൻ്റെ ആവും. പക്ഷേ അത് ഭരതൻ്റേത് തന്നെയാണ്. ഭരതൻ്റെ അഭിപ്രായം ശ്രീരാമൻ ചെയ്യണു, അതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു PhD സ്വതേ ഭരതന് കിട്ടിയിരിക്കുന്നത് അമ്മാത്തുനിന്നാണ് എന്ന് പറയാറുണ്ട്. ഇവിടെ വസിഷ്ഠൻ്റെ ആയിട്ടല്ല. അപ്പോൾ അതൊരു പ്രത്യേക കോഴ്സ് ആണ്, അത് ചെയ്തിട്ടുണ്ട് ഭരതൻ. അതേപോലെ ശ്രീരാമൻ്റെ വ്യക്തി സ്വഭാവം, വിശേഷങ്ങൾ, അതിനെ വിസ്തരിച്ച് പറയുകയാണ്. ഒരു നരൻ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ അത് ഏത് വംശമായാലും, എന്നുവെച്ചാൽ വർണ്ണം വ്യത്യാസം ഉണ്ടാവുമല്ലോ. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര വർണ്ണം ജോലിക്കനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ പ്രവൃത്തികൾക്കനുസരിച്ച് ഇന്ന രീതിയിൽ പെരുമാറണം. ഇവിടെ ക്ഷത്രിയനായിട്ടുള്ള രാമൻ ഇങ്ങനെയാണ് ചെയ്തിരുന്നത് എന്ന് സ്വഭാവവിശേഷത്തെ പറയാം. ഇപ്പോൾ ഇവിടെ രാജാവ് ആയിട്ടില്ല, ആവണേ ഉള്ളൂ. എങ്കിലും പ്രജകളെ ബഹുമാനിക്കുന്നവൻ, ബഹുമാനിക്കുന്നതോടുകൂടി തന്നെ അവരെ ഇപ്പോൾ ഏതെങ്കിലും ചില കാരണങ്ങളെ കൊണ്ട് അവർ തെറ്റ് ചെയ്തു, അതല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ വരാം, എങ്കിലും അവരെ അവഗണിക്കാത്തവൻ, പിന്നെ നിന്ദിക്കാത്തവൻ. 3 ഭാവമാണ്: ബഹുമാനിക്കുക, അവഗണിക്കുക, നിന്ദിക്കുക. അടുത്തതാണ് ശിക്ഷിക്കുക. അപ്പോൾ ഇവിടെ പ്രജകളെ ബഹുമാനിക്കുന്നവൻ, അതേപോലെ കാലത്തിന് വശകനാവാതെ കാലത്തെ അങ്ങനെയാണ്. നമ്മൾ അതാത് കാലത്തിന് അനുസൃതമായിട്ട് നമുക്ക് അത്രയേ പറ്റുള്ളൂ. കാലത്തെ നമ്മുടെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പറ്റില്ല. അത് കുറച്ചും കൂടി അധികം പ്രയാസമാണ്. മഴ പെയ്തു വെച്ചാൽ മഴ പെയ്തതിനനുസരിച്ച്, അതേപോലെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സുഖങ്ങളുണ്ടായിച്ചാൽ അതിനനുസരിച്ച്, ദുഃഖങ്ങളുണ്ടായിച്ചാൽ അതിനനുസരിച്ച്. അപ്പോൾ അതാത് കാലത്ത് നമ്മൾ അതിനനുസരിച്ച് അങ്ങോട്ട് ചെയ്യും, അനുഭവിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ കൺട്രോളിലല്ല. പക്ഷെ ഭഗവാന്റെ കൺട്രോളിലായിരുന്നു ഭഗവാന്റെ കാലം.
ഇന്ന കാലത്ത് ഇന്നത്, ഇന്ന സമയത്ത് ഇന്നത്, ഇന്ന പ്രായത്തിൽ ഇന്നത്. ഇപ്പോൾ കാട്ടിലായാലും നാട്ടിലായാലും വ്യത്യാസമുണ്ട്. അപ്പോൾ അതാത് സന്ദർഭങ്ങളിൽ അങ്ങനെ ഇത് ഭഗവാൻ നിശ്ചയിച്ചതാ. യുദ്ധരംഗാച്ച അങ്ങനെ. അപ്പോൾ കാലത്തെ വശത്താക്കിയവൻ. ഇങ്ങനെ എത്രയൊക്കെയാണ് ഗുണങ്ങൾ. ഒരു ഭൂമിയുടെ രാജാവ്, അതേപോലെ 3 ലോകങ്ങളിൽ, ഇപ്പോൾ ദേവ അസുര, ഊർധ്വലോകത്തിൽ ദേവന്മാരും അധോലോകത്തിൽ അസുരന്മാരും, ഭൂമിയിൽ നരന്മാർ, അതിൽ മഹർഷിമാർ പ്രത്യേകം, അതൊരു ബ്രാഹ്മണ്യം എന്നുള്ള നിലയ്ക്ക് പ്രത്യേകമായിട്ടാണ് കണക്കാക്കുക. പിന്നെ പൗരര്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും സമ്മതം. 3 ലോകത്തുള്ള എല്ലാവർക്കും ഈ രാമൻ്റെ എല്ലാ കാര്യത്തിലും മനോബുദ്ധി അഹങ്കാര ചിത്തം അതാണ് സ്വഭാവമായിട്ട് വരിക. അപ്പോൾ അത് മുഴുവൻ സമ്മതം. ബുദ്ധിയിൽ ബൃഹസ്പതി തുല്യനാണെന്നാണ്. ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് ആ കാര്യത്തെ മനസ്സിലാക്കണം എന്നാണ്. അതേപോലെ എല്ലാവരുടെയും മനസ്സിനെ ആകർഷിക്കണം. ശത്രുക്കളോട് വീര്യതയോട് കൂടിയിട്ട് എതിർക്കണം. വീര്യം ഇവിടെ ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് വീര്യം ഇന്ദ്രന് തുല്യം എന്നാണ്. നമ്മൾ സാധാരണ ഇന്ദ്രനെ അങ്ങനെ വീരനായിട്ട് കണക്കാക്കാറില്ല. പക്ഷേ ഇന്ദ്രനാണ് വീര്യം ഉള്ളയാളാണ്. വൃത്രനെ ആയാലും നേരിടാൻ തയ്യാറാവണം. തനിക്ക് കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തേ പറ്റൂ. അതാണ്. നരനാരായണൻ്റെ മുമ്പിലും എന്തെങ്കിലുമൊക്കെ ചെയ്തോളെ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഇന്ദ്രന്. താൻ നേരിട്ടായാലും ഈ തൻ്റെ കീഴിലുള്ളവരെ കൊണ്ട് ചെയ്യിക്കായാലും ഉത്തരവാദിത്വം ഇന്ദ്രനാണ്. അപ്പോൾ തപസ് മുടക്കാൻ തുടങ്ങിയുള്ള കാര്യങ്ങൾ അങ്ങനെ പലതുണ്ട്. ഇന്ദ്രന് ധാരാളം അബദ്ധങ്ങൾ പറ്റാറുണ്ട്. പക്ഷേ ഇന്ദ്രൻ വീര്യത്തിൽ മികച്ച ആളാണ്. അതുകൊണ്ട് ഇന്ദ്രൻ്റെ അത്രയും വീര്യം ഈ അബദ്ധങ്ങൾ ശ്രീരാമന് പറ്റാറില്ല. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ദ്രനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്. ഇന്ദ്രൻ ബഹുമാനിക്കേണ്ട ആളാണ്, പൂജിക്കേണ്ട ആളാണ്. നമ്മൾ ഇന്ദ്രായ ഇതെന്നാ മമ എന്ന് പറഞ്ഞിട്ട് നെയ്യ് ഹോമിക്കാറുണ്ട്. രണ്ടാണ്. പുരാണവും ഈ താന്ത്രിക വിഷയങ്ങളും തമ്മിൽ അങ്ങനെയാണ് ഒരേപോലെ കണക്കാക്കാൻ പറ്റില്ല. കാരണം പുരാണത്തിൽ ഇങ്ങനെയാണ്. പക്ഷേ അത് ഇന്ദ്രനില്ലായിരുന്നു എങ്കിൽ ഈ ഭൂമിയെ ഇതേപോലെ മഴയോട് കൂടിയിട്ട് ജലസമൃദ്ധിയോട് കൂടിയിട്ട് ശുദ്ധവായു ഉള്ള രീതിയിൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ അതിനാണ് ഇതിനൊക്കെ നിയന്ത്രിക്കുന്നതായുള്ള അഷ്ടദിക്പാലകന്മാരുടെ അധിപതി എന്ന നിലയ്ക്ക് ആ ഇന്ദ്രനെ നമ്മൾ പൂജിക്കുന്നത്. ആ ഇന്ദ്രൻ വീരവാൻ തന്നെയാണ്. ഇപ്പം അമ്മ ജ്യോതിർലിംഗമായിട്ട് പ്രത്യക്ഷപ്പെട്ടു, ഒരു പുല്ലായിട്ട് അവിടെ അഗ്നിയും വായുവിനെയും കീഴ്പ്പെടുത്തി. ഇന്ദ്രന് അത് കാണാൻ കൂടി പറ്റിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിക്കുമ്പോൾ ഇന്ദ്രൻ മോശക്കാരനാണ് എന്ന് പുരാണക്കാർ ഒരു പക്ഷേ തെറ്റിദ്ധരിച്ച് പറയാൻ സാധ്യതയുണ്ട്. പക്ഷെ അതങ്ങനെയല്ല. ഇന്ദ്രൻ്റെ കൺട്രോളിലാണ് ഈ വായു ആയാലും അഗ്നി ആയാലും. അപ്പോൾ അതിനെ അറിഞ്ഞിട്ട് വേണം ഈ ഇന്ദ്രനെ പറയാനായിട്ട്. അപ്പോൾ അവിടെ ഇന്ദ്രൻ്റെ അത്രയും തുല്യത അത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കും ചിലപ്പോൾ. ഇന്ദ്രൻ്റെ വീര്യം ശ്രീരാമനുണ്ട് എന്ന് പറയുമ്പോഴേ, ശ്രീരാമൻ വെച്ചാൽ ഈ ഇതൊന്നും കാണാനുമില്ല. ഈ തോൽവി ശ്രീരാമനില്ല. ശ്രീരാമൻ ഇടപെടുന്ന കാര്യങ്ങളൊക്കെ ജയിച്ചും കൊണ്ടേ ഉള്ളൂ. എന്നാൽ ഇന്ദ്രൻ അങ്ങനെയല്ലേ എന്നാണ്. ഇന്ദ്രൻ അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ മുഴുവൻ പുരാണപ്രകാരം പറയാൻ നിർത്തിയില്ല. പക്ഷേ ഇന്ദ്രനെ ജയിപ്പിക്കുകയാണ് ചെയ്യാറ്. ഇപ്പോൾ നരനാരായണന്മാർ ഉർവശിയെ കൊടുത്തപ്പോൾ ഇന്ദ്രൻ ജയിച്ചു. അങ്ങനെയാണ്. മാർക്കണ്ഡേയൻ അത് ഗൗനിച്ചില്ല. അപ്പോൾ ഇന്ദ്രനെ തോൽവി സംഭവിച്ചു എന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ മീതെയാണ് മാർക്കണ്ഡേയൻ, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇന്ദ്രൻ മാർക്കണ്ഡേയനാൽ തോൽപ്പിക്കപ്പെട്ടു എന്നൊരവസ്ഥയില്ല. മാർക്കണ്ഡേയൻ വീണ്ടും ഒരു യാഗം ചെയ്യുമ്പോൾ ഇന്ദ്രായ ഇതെന്നമ്മ എന്ന് പറഞ്ഞ് കൊടുക്കും. അതാണ് വ്യത്യാസം. അപ്പോൾ വീര്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ പാഖണ്ഡം വരാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അബദ്ധവും. അതാണ് ഇന്നത്തെ പ്രശ്നം. അതാ വേണ്ടത് വേണ്ട രീതിയിൽ സ്വീകരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അബദ്ധമായി. അപ്പോൾ വീര്യത്തിൽ ഇന്ദ്രതുല്യൻ. അതേപോലെ
അച്ഛനമ്മമാർ, പ്രജകൾ എല്ലാവരും ഒരേപോലെ എങ്ങനെ കണക്കാക്കണു? സൂര്യനെ പോലെ കണക്കാക്കണു ശ്രീരാമനെ. സൂര്യൻ എങ്ങനെയാണോ എല്ലാവരെയും കണക്കാക്കുന്നത് അതേപോലെ ശ്രീരാമൻ കണക്കാക്കണു. സൂര്യൻ ടാക്സ് പിരിക്കുമല്ലോ, വെള്ളത്തെ ഒന്നിച്ചെടുക്കും, മഴയായിട്ട് എല്ലാവർക്കും തുല്യമായിട്ട് കൊടുക്കും, പ്രകാശം എല്ലാവർക്കും കൊടുക്കും. ചിലവരതിനെ വേണ്ടാന്ന് പറഞ്ഞ് ഗുഹയുടെ ഉള്ളിലോ ഇരുട്ടുമുറിയിലോ ഇരിക്കും. അത്രയേ ഉള്ളൂ. ജ്ഞാനം, പ്രകാശം, ഊർജം, കഴിവ്, ജീവനോപായം അനവധി ഉണ്ട്. സൂര്യൻ ഇല്ലാച്ചാൽ പ്രപഞ്ചനാഥനാണ് സൂര്യൻ. അപ്പോൾ സൂര്യൻ ഇല്ലാച്ചാൽ ഒന്നും നടക്കില്ല എന്ന കൂട്ടത്തിൽ രാമൻ ഇല്ലാഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊന്നും നടക്കില്ല. ആ മട്ടാണ്. ഗുണം, സത്വരജസ്തമോ ഗുണങ്ങളല്ല, ഒരു വരം അനുഗ്രഹമായിട്ട് കൊടുക്കുന്ന ഭാവമാണ് സ്വതേ ഗുണം, ഗുണവിശേഷം. അത് രാമനെ പോലെ മറ്റൊരാൾക്കും ഇല്ല എന്നതാണ്. തമേവം വൃത്തസമ്പന്നം അപ്രധൃഷ്യ പരാക്രമം ലോകനാഥോപമം നാഥം അകാമയത മേദിനി. അപ്പോൾ ഏതൈഹി തു ബഹുഭിഹി യുക്തം ഗുണൈഹി അനുപമൈഹി സുതം ദൃഷ്ട്വാ ദർശതോ രാജ ചക്രേ ചിന്താം പരന്തവ. ഇതൊക്കെ ഇത്രയും കാര്യങ്ങൾ ഈ രാമനെക്കുറിച്ച് വിപുലമായിട്ട് പറഞ്ഞത് ദശരഥൻ രാമനെ നോക്കിക്കണ്ടു ഇപ്രകാരത്തിൽ എന്ന് പറയാനാണ്. അപ്പോൾ ഗുണസമ്പന്നനായിട്ടുള്ള ഈ അജയ്യനായിട്ടുള്ള ദിക്പാലകന്മാരെ പോലും കീഴ്പ്പെടുത്തുന്നതായിട്ടുള്ള ഭാവം, ദിക്പാലക തുല്യത. അപ്പോൾ ഇന്ദ്രൻ കിഴക്ക് ഭാഗമാണ്, അപ്പോൾ ഇന്ദ്രന് തുല്യത. ഇങ്ങനെയുള്ള ആ സമർത്ഥനായിട്ടുള്ള തൻ്റെ പുത്രൻ ഈ ഭൂമിയെ ഭരിക്കാൻ തീർച്ചയായിട്ടും അധികാരമുണ്ട്, ഇനി അധികാരം കൈമാറണം. ഇങ്ങനെ ദശരഥ മഹാരാജാവ് ചിന്തിച്ചു. അങ്ങനെയുള്ള മകനെ കണ്ടിട്ട് ശത്രുഞ്ജയനായിട്ടുള്ള, അതായത് ശത്രുക്കളെ മുഴുവൻ ജയിച്ച ഒരു ഭാവമുണ്ട് ഈ ദശരഥന്. 10 ദിക്കിലേക്ക് ഒരേപോലെ മനസ്സും പ്രവൃത്തിയുമൊക്കെ ചെയ്യാൻ കഴിയുന്ന, 10 ദിക്കിലേക്ക് രഥത്തെ ഓടിക്കാൻ പറ്റുന്ന എന്നൊക്കെ അർത്ഥം പലതുമുണ്ട്. 10 ദിക്കിൽ ശത്രുക്കളെ എതിർത്താലും ദശരഥൻ ദിക്ക് വിദിക്ക് 8, താഴേന്നും മുകളിന്നും, അതാണ് 10 ദിക്ക്. ഈ 10 ദിക്കും ഒരേപോലെ കാണാൻ കഴിയണു. കണ്ണ് മനസ്സാണ്, മനസ്സ് കണ്ണാണ്, ചെവിയും അതേപോലെ തന്നെ. അപ്പോൾ അത്രയും കഴിവുണ്ട്. അദ്ദേഹത്തിൻ്റെ മകനാണ്. അപ്പോൾ അതുകൊണ്ട് അത് കുറയില്ല, കൂടുള്ളൂ. അങ്ങനെയുള്ള ആ രാജാവ്, ഞാൻ വൃദ്ധനായിരിക്കണം, ഇപ്പോൾ 50,000-60,000 വയസ്സായി എന്നാണ് പറയാം, ഏതായാലും അത്രയും ആയിരിക്കണോ, ഇനി ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ രാമൻ രാജാവാവണം, എന്നിട്ട് വേണം എനിക്ക് മുക്തി കിട്ടാൻ. എപ്പോഴാണ് ഈ പ്രിയപുത്രനെ അഭിഷേകം ചെയ്യേണ്ടത്? മുഹൂർത്തം നോക്കണ്ടേ? അപ്പോൾ ഈ കാര്യത്തെ സന്തോഷത്തോടു കൂടിയിട്ട് ചിന്തിച്ച് അങ്ങനെ ഇന്ദ്രനെ തന്നെ, ഈ മഴ പെയ്യുന്നതായിട്ടുള്ള ദേവൻ ഇന്ദ്രൻ, ആ ഇന്ദ്രനെ പോലെ ലോകത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണക്കാരനായിട്ട് തീരാൻ, അതേപോലെ ഈ എല്ലാവരെയും സ്നേഹിക്കുക എന്നത് ഒരു വലിയ കഴിവാണ്. ഇത് സാധാരണ അത്ര എളുപ്പമല്ല. നമ്മളൊക്കെ ഈ പക്ഷഭേദം ഉള്ളവരാണ് നമ്മളൊക്കെ. അപ്പോൾ പക്ഷഭേദം ഇല്ലാതെ കണ്ട് സ്നേഹിക്കുന്ന ഒരാൾക്ക് ചക്രവർത്തി ആവാൻ പറ്റുള്ളൂ. ചക്രവർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കളെ മുഴുവൻ കൊല്ലുക എന്നല്ല, സാത്വിക ഭാവത്തിനെതിരെ നിൽക്കുന്നവരെ കീഴ്പ്പെടുത്തുക, വിധേയരാക്കുക, വിധേയരായിട്ടില്ലെങ്കിൽ അവരെ വധിക്കുക, ദുഷ്ടത തീർക്കുക. അതാണ് ആ ഒരു ഭാവം, ഈശ്വരഭാവമാണ്. അത് രാമനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ലോകത്തിൽ എല്ലാവർക്കും എന്നേക്കാൾ പ്രിയൻ രാമനാവാനാണ് സാധ്യത. അത് രാമനാണെന്നുള്ളത് രാമൻ്റെ ഈ കൗതുകകരമായിട്ടുള്ള കുട്ടിക്കാലത്തെ ജീവിതവും ആയുധാഭ്യാസാദികളെ പ്രകടിപ്പിക്കുന്നതായിട്ടുള്ള പ്രകടന ഭാവവും എല്ലാവരോടും പെരുമാറുകയും ചെയ്യുന്ന ആ സമ്പ്രദായവും ഇതൊക്കെ നന്നായിട്ട് തന്നെ ജനങ്ങളെ അവിടെ പറയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ രാമനാവണം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ രാജാവാവുക. ഇങ്ങനെ വീര്യത്തിൽ യമൻ, ഇന്ദ്രൻ, അതേപോലെ ബുദ്ധിക്ക് ബൃഹസ്പതി, അതേപോലെ
എന്ത് കാര്യത്തിനായാലും ശരി വേണ്ട രീതിയിൽ അതിനെ അങ്ങോട്ട് മനസ്സിലാക്കാൻ, ധരിക്കാൻ, നന്നായിട്ട് അതിനെ വിനിയോഗിക്കുക, ഭരിക്കുക, അതേപോലെ രക്ഷിക്കേണ്ടതിനെ നന്നായിട്ട് രക്ഷിക്കുക, ഇതൊക്കെ ചെയ്യുന്ന ബൃഹസ്പതിയെ പോലെയുള്ള ഒരു കഴിവ്. അപ്പോൾ യഥാർത്ഥത്തിൽ വിഷ്ണു എങ്ങനെയാണോ ഈ പാലകനായിട്ട് എല്ലാറ്റിനെയും രക്ഷിക്കുന്നത്, പർവ്വതം എങ്ങനെയാണോ ധാതുക്കൾ തുടങ്ങിയ മറ്റേ നദി, പർവ്വതത്തിനാ വരിക, മരങ്ങൾ പലതുമുണ്ട്, പർവ്വതത്തിൽ ഇന്നതിൻ്റെയൊന്നുമില്ല. എല്ലാ സമ്പത്തുകളും പർവ്വതത്തിനെ ബേസ് ചെയ്തിട്ടെന്നാണ് പറയുക. അപ്പോൾ ആ പർവ്വതത്തിൻ്റെ അത്രയും കഴിവുകൾ ഇതെല്ലാം ഉള്ള ഈ രാമൻ തീർച്ചയായും എന്നേക്കാൾ യോഗ്യനാണ്. അതുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്നുവെച്ചാൽ ഇപ്പോൾ എനിക്ക് എല്ലാ സ്വസ്ഥതയുണ്ട്, ആരോഗ്യമുണ്ട്. ഞാൻ കിടന്നിട്ട് അല്ലെങ്കിൽ ഞാൻ ഇനിയൊന്നും പറ്റാത്തൊരവസ്ഥയിൽ അപ്പോൾ എനിക്കൊന്നും അനുഭവിക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ രാജാവാക്കി കഴിഞ്ഞാലാണ് എന്തെങ്കിലും എനിക്ക് അനുഭവിക്കാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ വേണം എന്ന് ഉറപ്പിച്ചിട്ട് രാമൻ്റെ ഈ രാജാവ് എങ്ങനെയാണോ രാമരാജ്യത്തെ ചെയ്യുന്നത്, ഭരിക്കുന്നത്, അത് കണ്ടിട്ട് വേണം എനിക്ക് മരിക്കാൻ. ഇതാണ് ഉദ്ദേശം. ഇങ്ങനെ പലതും ദുർലഭങ്ങളായത്, ഭൂമിയിലില്ലാത്തത് കൊണ്ടുവരാൻ അതിനുള്ള കഴിവുണ്ട് ദശരഥന്. കാരണം സ്വർഗത്തിൽ പോയിട്ട് യുദ്ധം ചെയ്തയാളാണ്. അതിവിശിഷ്ടങ്ങളായിട്ടുള്ള ലോകോത്തരങ്ങളായിട്ടുള്ള എല്ലാവിധ കഴിവുകളും ഗുണങ്ങളും ഈ രാമനും ഉണ്ട്. അതുകൊണ്ട് മന്ത്രിമാരെ വിളിച്ചു ആലോചിച്ചു. യുവരാജാവായിട്ട് രാമനെ വേഗം തന്നെ അഭിഷേകം ചെയ്യണം എന്നാ വേണ്ടത്. എപ്പോഴാണ് വേണ്ടത്? അപ്പോൾ അന്തരീക്ഷത്തിലെ ഭൂമിയിൽ ചില അപശകുനങ്ങൾ അപ്പോൾ ഇത് പറഞ്ഞോട് കൂടിയിട്ട് കണ്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ദശരഥൻ്റെ മനസ്സിൽ ചില വിഷമങ്ങളുണ്ടായി. അതേപോലെ ശരീരത്തിൽ ജരാനര, അതേപോലെ ശരീരത്തിൻ്റെ വിറയൽ, ഇങ്ങനെയൊക്കെ ഒരു തൻ്റെ ഈ ലോകത്തെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരവസ്ഥയാണല്ലോ, അതായത് ദുഃഖം വന്നു, അപശകുനം വന്നു കഴിഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് ഈ പരിഭ്രമഹത ഉജസ, അതായത് എന്തോ ഒന്ന് മനസ്സിലൊരാധി പോലെ അങ്ങോട്ട് കയറിപ്പോയി. ദുർനിമിത്തം ഈ കാര്യം ചിന്തിച്ചപ്പോഴാണ് രാമനെ രാജാവാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരു ദുർനിമിത്തം പോലെ ഇങ്ങോട്ട് വന്നു. അത് മനസ്സിനോട് കയറി. അതൊരു വിധിബലാണ്. അപ്പോൾ അത് വല്ലാത്തൊരു പ്രയാസമായി. ഇത് പൂർണ്ണചന്ദ്രനാകുന്ന ഉത്തമനായിട്ടുള്ള ശ്രീരാമൻ്റെ ഏറ്റവും ജനങ്ങളോടുള്ള ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രിയം എന്നുള്ള ഭാവം, അതിനെ നല്ലോണം മനസ്സിലാക്കിയിട്ട് രാജാവിൻ്റെയും അതേപോലെ പ്രജകളുടെയും ശ്രേയസ്സിനായിക്കൊണ്ട് പ്രജാഹിതം അത് ചെയ്യുന്ന, അത് പാലിക്കുന്നതായിട്ടുള്ള അതിൻ്റെ ഒരു താല്പര്യം കൊണ്ട് ഈ ധർമാത്മാവായിട്ടുള്ള ദശരഥ മഹാരാജാവ് ഈ കാര്യങ്ങൾ നടത്തുമ്പോൾ വസ്തുതാപരമായിട്ട് നടത്തും. അതിൻ്റെ ഒരു ആയം വ്യയം നല്ലോണം ചിന്തിക്കും. അങ്ങനെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ജനങ്ങൾക്കും സമ്മതമാണ്. അതുകൊണ്ട് എല്ലാ നഗരങ്ങളിലെയും ജനപദങ്ങളിലെയും പ്രധാനന്മാരെയൊക്കെ നാടുവാഴികളുണ്ട്, അവരെയൊക്കെ വിളിച്ചു വരുത്തി അവരെ വേണ്ട രീതിയിൽ പൂജിച്ചു, സൽക്കരിച്ചു. അതാത് താമസിക്കാനുള്ള സ്ഥലത്ത് പ്രത്യേകം ഏർപ്പാട് ചെയ്തിരുന്നു, അവിടേക്ക് ആക്കി പുരസ്കാരങ്ങളൊക്കെ കൊടുത്തു. അതേപോലെ രാജോചിത വേഷത്തിൽ അലങ്കൃതനായിട്ട് ദശരഥൻ അവരെയൊക്കെ വിളിപ്പിച്ചു, സന്ദർശിച്ചു. പ്രജകളെ എന്ന പോലെ സാധാരണഗതിയിൽ പ്രജാപതി സ്വതേ രാജാവ് എന്നുള്ള നിലയ്ക്കല്ല വരിക. ഇവിടെ ഇവിടെ പ്രജാപതി വെച്ചാൽ രാജാവ് എന്നുള്ള നിലയ്ക്കാണ് പറഞ്ഞത്, അത്രയേ ഉള്ളൂ. അങ്ങനെ ഭൂമിയിലെ പ്രധാനന്മാരായിട്ടുള്ള ഈ രാജാക്കന്മാരെ മുഴുവൻ ക്ഷണിച്ചു വരുത്തി വേണ്ടത് എന്തൊക്കെയൊക്കെ കൊടുത്തു. എന്നിട്ട് അവരുടെ മുമ്പിൽ ഒരു പ്രസ്താവന, കേകയ രാജാവിനെയും ജനകനെയും ക്ഷണിച്ചു വരുത്താതെ കണ്ടാണ് ഇത് ചെയ്തത് എന്ന് പ്രത്യേകം അതിൽ പറഞ്ഞിട്ടുണ്ട്. നോ കേകയരാജാനം ജനകം വാ നരാധിപ ത്വരയാ ചാനയാമാസ പശ്ചാത് തൗ ശ്രോഷ്യത പ്രിയം. അപ്പോൾ അവരെ ഈ പ്രിയ വാർത്തയെ പിന്നീട് പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് അവിടെ വിചാരിച്ചു. പ്രത്യേകം രാമായണം എടുത്തു പറഞ്ഞെടുക്കുക. കേകേതിരിക്കാണല്ലോ ഭരതനും ശത്രുഘ്നനും പോയിരിക്കുന്നത്. സീതയുടെയും അതേപോലെ മറ്റ് ഈ വധുക്കളുടെയും പുത്ര വധുക്കളുടെയും രാജ്യമാണ് മിഥില, അവിടേക്കും പറഞ്ഞയച്ചില്ല. അപ്പം അത് എടുത്തു പറഞ്ഞെടുക്കുകയാണ്.
അപ്പോൾ രാജാവ് സദസ്സിൽ സിംഹാസനത്തിൽ ഇരുന്നിട്ട്, അപ്പോഴേക്കും രാജാക്കന്മാരെല്ലാവരും വന്നല്ലോ അവിടെ. എല്ലാവരും വന്നു, അതാത് സ്ഥാനങ്ങളിൽ ഇരുന്നു, എല്ലാവരും സ്വീകരിച്ചു. മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും നമസ്കാരാദി കാര്യങ്ങളൊക്കെ വേണമല്ലോ, അതെല്ലാം ചെയ്തു. ഉചിതമായിട്ടുള്ള സ്ഥാനമാനങ്ങളെ അർഹതപ്പെട്ട രീതിയിൽ കൊടുത്ത് അവരെല്ലാവരും ഇരുന്ന്, ആ സമയത്ത് ഗ്രാമവാസികളുണ്ട്, നഗരവാസികളുണ്ട്, പൗരപ്രധാനന്മാരുണ്ട്. അങ്ങനെ ദേവസഭയിൽ ഇന്ദ്രൻ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ ദശരഥ മഹാരാജാവ് അവിടെ ഇരുന്നു. ഇനി ഈ സന്ദർഭത്തിലാണ് അവിടെ എന്ത് പറയണം, എങ്ങനെ പറയണം എന്നെല്ലാം ചിന്തിക്കുന്നതായിട്ടുള്ള രംഗം. അപ്പോൾ അവിടെ പ്രത്യേകം പറഞ്ഞു, രാജാവിൻ്റെ ഒരു കടമയാണ് എന്ത്, പത്നിമാരുടെ ഗൃഹങ്ങളിലേക്ക് നിർബന്ധമായിട്ടും ആളയക്കണം, ക്ഷണിച്ചു വരുത്തണം. പുത്രവധുക്കളുടെ ഗൃഹത്തിലേക്ക് ആളയച്ചു വരുത്തണം. പത്നിഗൃഹമാണ് കേകയം, അവിടേക്ക് ആൾ പോയില്ല. പുത്രവധുക്കളുടെ ഗൃഹമാണ് മിഥില, അവിടേക്കും ആൾ പോയില്ല. ബാക്കിയുള്ള എല്ലാ ഇരിക്കുന്ന ആൾക്കാർ വന്നിട്ടുമുണ്ട്. അപ്പോഴാണ് ദശരഥ രാജാവ് ഇത് ചെയ്യാൻ നിൽക്കുന്നത്. ഇങ്ങനെ പ്രഥമ സർഗം അവിടെ പറഞ്ഞു വെച്ചു. ഇനി രണ്ടാമത്തെ സർഗത്തിൽ എല്ലാ സഭാംഗങ്ങളെയും ഇതേപോലെ അഭിമുഖീകരിച്ച് പെരുമ്പറ മുടക്കുക, അങ്ങനെയൊക്കെ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്തതിന് ശേഷം ശാന്തമായിട്ടുള്ള ആ സമയത്ത് ഗംഭീരമായിട്ടുള്ള പെരുമ്പറ കൊട്ടുന്ന പോലെയുള്ള അല്ലെങ്കിൽ ഇടിനാദം പോലെയുള്ള ശബ്ദത്തിൽ, ഉറച്ച ഘനഗംഭീരമായിട്ട് ശബ്ദത്തിൽ പറഞ്ഞു. എല്ലാ സദസ്യരെയും ആകർഷിക്കുമാർ പ്രത്യേകമായിട്ടുള്ള ചില നല്ല വാക്കുകളെ പറഞ്ഞു. രാജാവിൻ്റെ അന്തസ്സിന് ചേർന്നത്, അതേപോലെ അനുപമ മനോഹരം, രസം ചേർന്നത്, അതേപോലെ ഒരു സംഗീതം കേൾക്കുമ്പോൾ തന്നെ സുഖം, അങ്ങനെയുള്ള രീതിയിൽ ആ രാജാവ് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഭവാന്മാരെല്ലാവരും ഇവിടെ എത്തിയത്, നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ, എൻ്റെ പൂർവികരായിട്ടുള്ള രാജാക്കന്മാർ ഈ ജനങ്ങളെ പുത്രതുല്യമായിട്ടാണ് കണക്കാക്കുന്നത്, പരിപാലിക്കുന്നത്. എല്ലാ ലോകത്തിലുള്ളവർക്കും സുഖത്തെ പ്രദാനം ചെയ്യുന്ന ഒരു പാരമ്പര്യം ഞങ്ങൾക്കുണ്ട്. ആ ശ്രേയസ് നിങ്ങൾക്കറിയാലോ. മംഗളകർമ്മം ഈ ഇക്ഷ്വാകു വംശത്തിൽപ്പെട്ടതായിട്ടുള്ള എല്ലാ രാജാക്കന്മാരും ചെയ്തതുപോലെ തന്നെ ഞാനും ഈ ഭൂമിയെ പരിപാലിക്കാൻ ആഗ്രഹിക്കുന്നു. പൂർവികരുടെ മാർഗം, പാരമ്പര്യം അത് പിന്തുടർന്നുകൊണ്ട് ഞാൻ ഈ പ്രജകളെ മുഴുവൻ എത്രത്തോളം ജാഗ്രതയോട് കൂടിയിട്ട് പരിപാലിച്ച് പോന്നിട്ടുണ്ട്, അതേപോലെ തന്നെ എൻ്റെ ചക്രവർത്തി പദം, വെൺകൊറ്റക്കുട എന്നുള്ളത് ധരിക്കുന്നത് ചക്രവർത്തിമാരാണ്. അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള രാജാക്കന്മാർക്കും ജനങ്ങൾക്കും ഒരേപോലെ ഇഷ്ടം ആയി എന്ന് വിചാരിക്കണം. ഇപ്പോൾ എനിക്ക് പ്രായം വളരെ കൂടി ജരാനരയൊക്കെ വന്നിരിക്കണു. അനവധി കാലമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാർദ്ധക്യം വന്നപ്പോൾ ഈ ശരീരത്തിന് വിശ്രമം വേണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ജിതേന്ദ്രിയരല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഈ അതേപോലെ ഇന്ദ്രിയങ്ങൾ സജ്ജമല്ലെങ്കിൽ പ്രവർത്തനരഹിതമായ പിന്നെ പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ളൊരു കരുത്തും വീര്യമൊക്കെ വേണം. അത് ഇല്ലാണ്ടായാൽ പിന്നെ അത് ഒഴിവാക്കുകയാണ് നല്ലത്. കാരണം അത്രയും ഉത്തരവാദിത്തപ്പെട്ട ജോലികളുണ്ട്. അത് വഹിക്കാൻ, ധർമ്മ നിർവഹണം നിർവഹിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇപ്പോൾ കുറച്ചൊരു പ്രയാസം, ഞാൻ ക്ഷീണിച്ചിരിക്കണം. അതുകൊണ്ട് എന്നോടൊത്ത് എനിക്ക് ഹിതാനുവർത്തികളായിട്ടുള്ള ഈ ബ്രാഹ്മണശ്രേഷ്ഠന്മാർ, വസിഷ്ഠൻ തൊട്ടുള്ള ബ്രാഹ്മണശ്രേഷ്ഠന്മാർ അനുവദിച്ചിട്ടുണ്ട്. അവരുടെ അനുമതിക്ക് വേണ്ടി ഞാൻ അവരോട് പ്രാർത്ഥിക്കുന്നു. ഈ പുത്രനെ പ്രജാഹിതത്തിൽ തൽപരനായിട്ടുള്ള എൻ്റെയും എൻ്റെ പുത്രൻ്റെയും ആ സതുദ്യമം, അതിനു വേണ്ടിയിട്ട് എനിക്ക് ശ്രീരാമനെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം, എനിക്ക് വിശ്രമിക്കാനുള്ള സമയമായി എന്ന് ഞാൻ ആഗ്രഹിക്കണം. ഇങ്ങനെ വീര്യത്തിൽ ഇന്ദ്രന് തുല്യനായിട്ടുള്ള പരപുരഞ്ജയനായിട്ടുള്ള, എന്നുവെച്ചാൽ മറ്റേ അനവധി യുദ്ധങ്ങളിൽ ജയിച്ചതാണ് ദശരഥൻ. ആ ഒരു കാര്യമാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഇങ്ങനെ സർവ്വഗുണങ്ങളും ഉള്ളതായിട്ടുള്ള ശ്രേഷ്ഠനായിരിക്കുന്ന, അതേപോലെ തന്നെ രാമൻ്റെ പ്രത്യേകതയും, രാമൻ പലതും ചെയ്തിട്ടുണ്ട്. താടകാവധം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുവല്ലോ, അഹല്യാമുക്തി, അതൊക്കെ. പിന്നെ സീത സ്വയംവരം, ത്രയംബക വില്ല് പൊട്ടിച്ചു, അതൊക്കെ അത്ര നിസ്സാരമല്ല.
മാരീചനെ കടലിൽ കൊണ്ടിട്ടു മറ്റേ സുബാഹുവിനെ വധിച്ചു എന്ന് രാക്ഷസവധം ചെയ്തു. അപ്പോൾ അതൊക്കെ അത്ര നിസ്സാരമല്ല. അപ്പോൾ അങ്ങനെ ചെയ്തതായിട്ട് ശ്രീരാമൻ ധാർമ്മികനാണ്, മറ്റേ ശ്രേഷ്ഠനാണ്. ഈ എല്ലാ അർത്ഥത്തിലും എല്ലാവരും ഒരേപോലെ മിടുക്കന്മാരാണ് എന്ന് പ്രത്യേകം പറയാണ്. അനുജാതോ ഹി മാം സർവൈഃ ഗുണൈഃ ശ്രേഷ്ഠോ മമാത്മജഃ പുരന്ദരസമോ വീര്യേ രാമഃ പരപുരം ജയ തം ചന്ദ്രമിവ പുഷ്യേണ യുക്തം ധർമ്മഭൃതാം വരം യൗവരാജ്യേ നിയുക്തോസ്മി പ്രീത പുരുഷപുങ്കവം. ഈ പുഷ്യം നക്ഷത്രത്തിൽ ശോഭിക്കുന്ന ചന്ദ്രനെ പോലെയുള്ള ആ പുത്രനെ യുവരാജാവായിട്ട് വാഴിക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ആ പുഷ്യം നക്ഷത്രം ഉള്ള സമയത്ത് ഈ ചന്ദ്രൻ എങ്ങനെയാണോ എല്ലാവർക്കും ഇഷ്ടമാകുന്ന രീതിയിൽ ശോഭിക്കുന്നത്, പ്രഭ ചൊരിയുന്നത്, അതേപോലെ ഇവിടെ പൂയം നക്ഷത്രത്തിലാണ് ഭരതൻ്റെ സാന്നിധ്യത്തിൽ ശ്രീരാമനെ രാജാവാക്കണം. ഭരതൻ്റെ സഹായത്തോടു കൂടിയിട്ട് രാമൻ രാജ്യം ഭരിക്കണം എന്ന ഉദ്ദേശ്യം അത് വ്യംഗ്യമായിട്ട് പറഞ്ഞു. അപ്പോൾ വളരെ ചന്ദ്രൻ എന്നുള്ളത് കർക്കടകം ലഗ്നമാണ് ശ്രീരാമൻ. അതേപോലെ പൂയ നക്ഷത്രമാണ് മറ്റേ ഭരതൻ. അപ്പോൾ ഇതിനെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ വ്യംഗ്യമായിട്ടാണ് ഈ കാര്യത്തെ അവിടെ പറയണത്. തം ചന്ദ്രം ഇവ പുഷ്യേണ യുക്തം ധർമ്മഭൃതാം വരം. അതാണ്. അപ്പോൾ കർക്കടക ലഗ്നത്തിലുള്ള, അതിൽ പറഞ്ഞിട്ടില്ല, കർക്കടക ലഗ്നത്തിലുള്ള ഈ ചന്ദ്രൻ, ഈ ശ്രീരാമചന്ദ്രൻ, പൂയം നക്ഷത്രത്തിലുള്ള ഭരതൻ, ആ സാന്നിധ്യത്തിൽ എങ്ങനെയാണോ മറ്റേ പൂയം സാന്നിധ്യത്തിൽ ചന്ദ്രൻ നിൽക്കുന്നത്, അതേപോലെ ഈ ഭരതൻ്റെ സാന്നിധ്യത്തിൽ ഭരതൻ്റെ സഹായത്തോടു കൂടിയിട്ട് ശ്രീരാമൻ ഭരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും നാഥനാവണം, 3 ലോകത്തിനും നാഥനാവണം. അപ്പോൾ ചക്രവർത്തി വധം. അപ്പോൾ വീണ്ടും ഇതൊക്കെ വേണം കേട്ടോ. ഈ ചക്രവർത്തിയുടെ മകൻ ചക്രവർത്തിയാവില്ല. ചക്രവർത്തിയുടെ മകൻ അതിനുള്ള രാജസൂയാദി കാര്യങ്ങൾ, അശ്വമേധാദി യാഗങ്ങളൊക്കെ ചെയ്തു വെച്ചാൽ മാത്രമേ ചക്രവർത്തി ആവുള്ളൂ. അല്ലാണ്ട് ചക്രവർത്തി വധം പാരമ്പര്യമായിട്ട് കിട്ടില്ല. അവിടെ രാജാവായിട്ടിരിക്കാം, അത്രയേ ഉള്ളൂ. ചക്രവർത്തി ആയിരുന്ന ആ കുലത്തിൽ രാജാവ് എന്നേ പറയാൻ നോക്കിയുള്ളൂ. ഇന്നിപ്പോൾ പലരും മറ്റേ ചക്രവർത്തി എന്ന് സ്ഥാനപ്പേരായിട്ട് ഇങ്ങനെ എഴുതിപ്പോരും. 4 വേദവും പഠിച്ചവരെ ചതുർവേദി, 3 വേദവും പഠിച്ചവരെ ത്രിവേദി, 2 വേദവും പഠിച്ചവരെ ദ്വിവേദി, ഇങ്ങനെയൊക്കെ പറയും. എന്ന കൂട്ടത്തിൽ ചക്രവർത്തി പദം ഉണ്ടെങ്കിൽ ഒരു തവണ ചക്രവർത്തി അയച്ചാൽ ആ പാരമ്പര്യം എന്നയാൾ ചക്രവർത്തിയായിട്ടുണ്ടായിരുന്നു എന്നെല്ലാം പറയും. അപ്പോൾ അങ്ങനെ ഒരു അർഹതയില്ല, വ്യക്തിപരമാണ്. ഇപ്പോൾ അടിതിരി യാഗം ചെയ്ത ഇല്ലേ, അങ്ങനെയാണല്ലോ, ക്ഷമാതിരി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ, മകനോ പേരക്കുട്ടികൾക്കോ ഇല്ല. അപ്പോൾ കേരള രീതി ആണ് ശരി, മറ്റതല്ല. മറ്റത് കുറച്ചൊരു പാരമ്പര്യം ഇങ്ങനെ ഉണ്ടായിരുന്നു, എനിക്ക് എൻ്റെ അച്ഛൻ ആനപ്പാപ്പാനായിരുന്നു പറഞ്ഞൊരു കാര്യമില്ല. ഞാൻ ആ വിദ്യ പഠിച്ചു വെച്ചാൽ മാത്രമേ എനിക്ക് പാപ്പാൻ്റെ പണി ചെയ്യാൻ പറ്റുള്ളൂ. അത് രണ്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ എന്ന കൂട്ടത്തിൽ ഇവിടെ അത് പ്രത്യേകം പറയുകയാണ്. ലക്ഷ്മീനാഥനായിട്ടുള്ള ആ ഭഗവാൻ ശ്രീരാമൻ്റെ അവതാരം, അത് പറയാൻ നിവൃത്തിയില്ല. അറിയാഞ്ഞിട്ടല്ല, അറിഞ്ഞൊന്ന് നടിക്കാൻ പോലും നിവൃത്തിയില്ല, അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ ലക്ഷ്മീവാനായിട്ടുള്ള ലക്ഷ്മണശ്രേഷ്ഠൻ, അപ്പോൾ അവിടെ നല്ലോണം ലക്ഷ്മി എന്നുള്ളതിന് ഒരു അർത്ഥമുണ്ട്, ഈക്ഷിക്കുക, നോക്കുക എന്ന്. അപ്പോൾ ലക്ഷ്മണൻ ആ പേര് വരാനുള്ള കാരണം തന്നെ അതാണ്. നന്നായിട്ട് ശ്രദ്ധിക്കുക, ലക്ഷ്യത്തെ സാധിപ്പിച്ചു കൊടുക്കുക, നോക്കുക, അപ്പോൾ സേവനം ചെയ്യുക. ലക്ഷ്മി സാധാരണ ഭഗവാൻ എന്താ ചെയ്തത്? സേവനം ചെയ്യുക. അപ്പോൾ ആ സേവന ഭാവത്തോടു കൂടിയിരിക്കുന്ന ഈ ലക്ഷ്മണൻ, അപ്പോൾ ലക്ഷ്മണൻ്റെ ഒപ്പം വേണം. ഇങ്ങനെ പിന്നെയോ ഈ ഭൂമിയെ ഈ രാമൻ്റെ ശ്രേയസ്സോടു കൂടി ചേർക്കണം.
രാമൻ്റെ ഈ ലക്ഷ്മണൻ്റെ ഇത്, അതേപോലെ ശത്രുഘ്നനുണ്ട്. ഒരു തരത്തിലും ഒരു ശത്രുഭാവം വരാതിരിക്കാൻ അത് ശത്രുഘ്നന് മാത്രമേ കഴിയുള്ളൂ. അത് ചെയ്തിരിക്കും. അങ്ങനെയുള്ള അവരുടെ കൈകളിലേക്ക് ഈ ചക്രവർത്തി പദത്തെ കൊടുത്ത് ഞാൻ വിശ്രമിക്കാൻ ആഗ്രഹിക്കുന്നു, ഭാരം ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നല്ലോണം ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ഇത് നടപ്പാക്കാൻ, സാർത്ഥകമാക്കാൻ നിങ്ങളെല്ലാവരും എനിക്ക് അനുമതി തരണം. ഒരു ചക്രവർത്തി തൻ്റെ രാജ്യസഭയിലെ എല്ലാ നാടുവാഴികളെയും സാമന്ത രാജാക്കന്മാരെയും വിളിച്ചു വരുത്തിയിട്ട് അനുവാദം ചോദിക്കുന്നതാണ് പ്രസ്താവന. ഇപ്പോൾ മന്ത്രിസഭ കൂടുക എന്ന് പറഞ്ഞാൽ എങ്ങനെ വേണം? ഇങ്ങനെ ഒരു ആശയം എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അത് സമ്മതമാണോ? അതിൻ്റെ ഗുണദോഷങ്ങളെ പറ്റി ചർച്ച ചെയ്യണം, വരും വരായികകളെക്കുറിച്ച് ചർച്ച ചെയ്യണം. ലോകഹിതമല്ലേ, ദേവഹിതമല്ലേ, ഇതെല്ലാം ചർച്ച ചെയ്യണം. അങ്ങനെയൊക്കെ വേണം മന്ത്രിസഭ, രാജ്യസഭ തീരുമാനിക്കാൻ. അങ്ങനെയാണോ അല്ലേ? അങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും വരില്ല. എന്തായാലും അത്ര നിർബന്ധമാണ്. ഇത് തീരുമാനം ദശരഥൻ തീരുമാനിച്ചതന്നെ നടക്കുള്ളൂ. ദശരഥൻ എന്താണോ നിശ്ചയിച്ചത് അതന്നെ നടക്കുള്ളൂ. പിന്നെ വിധി ആണ് വിപരീതമായിട്ട് കൈകേയിയാൽ പറയപ്പെടാൻ പോകുന്നത്. അത് വേറെ വിഷയം, അത് ഇതിൽ പെട്ടതല്ല. മറ്റുള്ള കാര്യങ്ങളൊക്കെ ദശരഥൻ വിചാരിച്ചേ നടക്കുകയുള്ളൂ. അതാണ്. എങ്കിലും അത് മാക്സിമം എല്ലാവരെ കൊണ്ടും അത് ശരി. ഇനി അതിന് എന്തെങ്കിലും പോരായ്മ വെച്ചാൽ അത് നിവർത്തിക്കും. അതാണ്, വെറുതെ പറയല്ല. അതിനാർക്കും ഒബ്ജക്ഷൻ ഉണ്ടാവില്ല, വിരോധം ഉണ്ടാവില്ല, സമ്മതം തന്നെയാവും. അതാണ്. അപ്പോൾ എനിക്ക് പ്രീതി ഇതാണ്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അത് പറയണം. പിന്നെ നിങ്ങളിലാണല്ലോ ഈ അധികാരം ഇരിക്കുന്നത്. അതുകൊണ്ട് മറ്റ് അഭിപ്രായങ്ങൾ വല്ലതും വെച്ചാൽ അത് ആലോചിച്ച് എന്നോട് പറയൂ, അല്ലെങ്കിൽ സഭയിൽ പറയൂ. ഇങ്ങനെ രാജാവ് ദശരഥൻ പറഞ്ഞു നിർത്തി. അപ്പോൾ രാജാക്കന്മാരെല്ലാവരും വളരെയധികം സന്തോഷത്തോട് കൂടിയിട്ട്, എന്നാൽ ദശരഥൻ പോണതിന് സങ്കടമുണ്ട്, രാമൻ വരണതിന് സന്തോഷമുണ്ട്. ആ രീതിയിൽ ഈ മഴ വരണ സമയത്ത് മയിൽ എങ്ങനെയാണോ ശബ്ദമുണ്ടാക്കുന്നത് അതേപോലെ അവർ നന്നായിട്ട് പറയാൻ തുടങ്ങി എന്നാണ്. ഈ മയിലിൻ്റെ ശബ്ദം കേട്ടാൽ നമുക്ക് അത്ര സമ്മതമെന്ന് തോന്നില്ല. കുയിലിൻ്റെ ശബ്ദം കേട്ടാൽ അങ്ങനെയല്ല, അത് നന്നെന്ന് തോന്നും. മയിൽ ഒരു പ്രത്യേക രീതിയിലാണല്ലോ അതിൻ്റെ ഒരു ശബ്ദം, അങ്ങനെയാണ്. ഏതായാലും അതേപോലെ പറയാൻ തുടങ്ങി. പക്ഷെ മയിലിൻ്റെ ഈ ബാഹ്യ സൗന്ദര്യങ്ങളൊക്കെ വളരെ, ശരീരം അത് വളരെ നല്ലതാണ്. അതേപോലെയല്ല ശബ്ദം. കുയിലിനെ കാണാത്ര ഭംഗിയുണ്ടോ വെച്ചാൽ ശരിയ, പക്ഷേ ശബ്ദം പ്രത്യേകമാണ്. ഇങ്ങനെയാണ്. ഏതായാലും അവിടെ എല്ലാവരും സന്തോഷത്തോട് കൂടിയിട്ട് അത് ഒരേ ശബ്ദത്തിൽ അപ്പോൾ ഒരു പ്രതിധ്വനി പോലെ സമ്മതത്തെ ഈ 3 ലോകവും അറിയാൻ തക്കവണ്ണം അവിടെ സംഭവിച്ചു. അപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ശരി ശരി, ധന്യോഹം, അല്ലെങ്കിൽ ധന്യം തന്നെ, ധന്യം തന്നെ, ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നാണ്. അപ്പോൾ ഇതൊരു ഇപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ വരുമ്പോൾ എല്ലാവരിലും ഇത് പ്രതിഫലിക്കും. ഇപ്പോൾ ഒരു കാറ്റ് വന്നു വെച്ചാൽ പൂക്കളും കൊഴിയും, നല്ല പഴുത്ത മാങ്ങ എന്താ വെച്ചാൽ ഫലങ്ങളും കൊഴിയും. അത് വിചാരിച്ചിട്ട് മരത്തിനോ അല്ലെങ്കിൽ അതിനൊന്നും യാതൊരു കേടുമില്ല. അതൊക്കെ ഈ സന്തോഷം തന്നെയാണ് എന്ന രീതിയിൽ ഇവിടെ സംഭവിച്ചു എന്നാണ്. അതായത് അതൊരു വ്യംഗ്യം ആണ്. അതിൻ്റെ ഉള്ളിലൊരു ഗോപ്യം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് നമുക്കിപ്പോൾ അറിയാം, അവർക്കപ്പോൾ അതറിയില്ലല്ലോ. നമുക്കറിയാം എന്താ ഇനി മറ്റേ ഭരതനെ രാജാവാക്കണമെന്ന് കൈകേയി പറയുമല്ലോ. അപ്പോൾ ഒരു കൊടുങ്കാറ്റുണ്ടായ പോലെയാണ് ഇനി വരാൻ പോകുന്നത്. വീണതൊക്കെ നല്ല ഫലങ്ങളാണ് അല്ലേ? കാട്ടിൽ പോയിട്ട് സീതയെ രാവണൻ കട്ടുകൊണ്ടുപോയപ്പോൾ രാവണനെയും രാക്ഷസന്മാരെയും വധിച്ചു. സത്ഫലാണ്. താൽക്കാലികമായിട്ട് ചെറിയൊരു പ്രയാസം ഇനി വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതാണ് രാമായണം, ഒരു കാവ്യം, കവിത്വം. ഇതാണ് കവിത്വം. ഇപ്പോൾ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണില്ലേ എൻ്റെ ഒരു അപ്പോൾ ഒരു കൊടുങ്കാറ്റ് വീശിയപ്പോൾ വീണത് ഈ പൂക്കളും ഈ ഫലങ്ങളും ആണ്. അതൊരു കവിത്വമാണ്. അപ്പം അങ്ങനെ കണ്ട് ആ ഒരു ഭാവനയിൽ അത് കണ്ടിട്ട് വേണം ഇത് എഴുതാനായിട്ട്. അപ്പോൾ ആ ഒരു രചനാ വൈഭവം
അത് ഇങ്ങനെ ഉദാഹരണ സഹിതം ഇവിടെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ഒരു ട്വിസ്റ്റ് പലതും ഇനി ഭാവിയിൽ വരാൻ പോവുകയാണ്. അപ്പോൾ അത് ഇത്ര നന്നായിട്ട് തന്നെ അവിടെ പറഞ്ഞു. അതേപോലെ തന്നെ ഈ ധർമാർത്ഥ ദോഷമുള്ളതായിട്ടുള്ള എന്നാൽ അത് മറ്റ് ഒരു ദോഷങ്ങളും ഭാവിയിൽ സംഭവിക്കില്ല. എല്ലാവരുടെയും ഉള്ളും മനസ്സും അറിഞ്ഞുകൊണ്ട് ബ്രാഹ്മണരുടെ ആ വിദ്യാ പാടവം, അതായത് എല്ലാ വിദ്യയും ഒരേപോലെയല്ല. ഒരു മാഷ് പഠിപ്പിക്കണു, 30 കുട്ടികൾ ഒരുമിച്ച് പഠിക്കണു. സ്വീകരിക്കുന്നത്, അവർക്ക് മാർക്ക് കിട്ടുന്നത്, അവർ പദവിയിലെത്തുന്നത് ഒക്കെ വ്യത്യാസമല്ലേ? ആ വ്യത്യാസം. അതേപോലെ ഈ ദശരഥൻ്റെ വാക്കുകളെ ഇതുപോലെ എല്ലാവരും കേട്ടു. ആ സ്വീകരിക്കുന്നതിലും പ്രതികരിക്കുന്നതിലും വ്യത്യാസങ്ങളുണ്ട്. അതിനെ അറിഞ്ഞുകൊണ്ട് തന്നെ അതേപോലെ ഓരോരുത്തരും അവരുടെ സ്ഥാനത്തിരുന്നിട്ടാണ് കേൾക്കുക. ബ്രാഹ്മണരാണെച്ചാൽ അങ്ങനെ, സൈന്യം തൊട്ടുള്ളവരാണെച്ചാൽ വേറൊരു തരത്തിൽ, ഈ നാട്ടുരാജാക്കന്മാരാണെച്ചാൽ മറ്റൊരു തരത്തിൽ. ഇങ്ങനെ ഓരോരുത്തർക്കും ഉണ്ടാകുന്നതായിട്ടുള്ള ഈ പിന്നീട് വരുന്നതായിട്ടുള്ള അനുഭവങ്ങൾ പലതാണ്. അപ്പോൾ അതിനെയൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ വൃദ്ധ രാജാവായിട്ടുള്ള ദശരഥ മഹാരാജാവിനോട് ഓരോരുത്തരും, ഇവിടെ നാട്ടുരാജാക്കന്മാർ പറയണു എന്നാണ്, മഹാരാജാവേ, അങ്ങ് 50,000 വർഷമായല്ലോ ഇപ്പോൾ ഭരിക്കാൻ തുടങ്ങിയിട്ട്. അങ്ങ് ഇപ്പോൾ വൃദ്ധനായിരിക്കുന്നു. അതുകൊണ്ട് രാമനെ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യാവുന്നതാണ്. രാമൻ എന്നുള്ള വാക്ക് പറഞ്ഞിട്ടില്ല, എങ്കിലും ഇവിടെ രാമൻ എന്ന് ഇവർ പറഞ്ഞു. അതാണ് ഇച്ഛാമോഹി മഹാബാഹും രഘുവീരം മഹാബലം ഗജേന മഹതായാന്തം രാമം ഛത്രാവൃതാനനം. ഇവിടെ രാമൻ്റെ പേര് പറഞ്ഞു. നേരത്തെ രാമൻ്റെ പേര് പറഞ്ഞായിരുന്നില്ല. അങ്ങനെ മഹാബലവാനായിട്ടുള്ള ഈ രാമനെ യുവരാജാവായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളും ആഗ്രഹിക്കുന്നു. ചക്രവർത്തി പദത്തിലിരിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ മനസ്സിൻ്റെ ഈ ഇഷ്ടത്തെ നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അത് ഒന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടി രാജാവ് വീണ്ടും പറഞ്ഞു. ദശരഥൻ പറഞ്ഞു, എൻ്റെ അഭിപ്രായം കേട്ട് നിങ്ങളെല്ലാവരും ഈ രാമനെ രാജാവായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നുവല്ലോ, അത് എനിക്കൊരു സംശയമുണ്ട്. അതിൽ വസ്തുത എന്താണെന്ന് വെച്ചാൽ അത് പറഞ്ഞു തരണം. ഞാൻ ധർമ്മനിരതനായിട്ട് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. നിങ്ങളെല്ലാം എൻ്റെ പുത്രൻ രാജാവാകണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? പൗരജാനപദന്മാരായിട്ടുള്ള അവരെല്ലാവരും മഹാത്മാവായിട്ടുള്ള ഈ ചക്രവർത്തിയോട് ഇങ്ങനെ പറഞ്ഞു. എന്താ ചോദ്യം? ഞാൻ രാജാവാണ്, ചക്രവർത്തിയാണ്, എനിക്ക് എന്തെങ്കിലും ദൂഷ്യങ്ങളുണ്ടോ? ഞാൻ പ്രായമായി വിരമിക്കാൻ ആഗ്രഹിക്കണോ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് രാമൻ രാജാവാകണം എന്ന് നിങ്ങൾ പറഞ്ഞു? അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് പറയാണ്, ഈ ദേവകൽപ്പനും ധീമാനുമായിട്ടുള്ള ഗുണസമ്പന്നനുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രിയങ്കരനും അതേപോലെ ആനന്ദിപ്പിക്കുന്നതായിട്ടുള്ള എല്ലാ ഗുണഗണങ്ങളെയും ഞങ്ങൾ പറയാം, അങ്ങ് കേട്ടോളൂ. ഈ രാജാക്കന്മാർ ദശരഥനോട് അങ്ങോട്ട് പറയാം. നമ്മൾ വിസ്തരിച്ച് 40-40ഓളം ശ്ലോകത്തിൽ ഈ രാമൻ്റെ ഗുണഗണങ്ങളെ ദശരഥൻ കണ്ടത് നമ്മൾ വായിച്ചു. അപ്പോൾ അതിന് ശേഷം വീണ്ടും രാമൻ്റെ ഗുണങ്ങൾ ഈ ജനങ്ങളുടെ രാജാക്കന്മാർ, നാടുവാഴികൾ അവർ പറയാണ്, അല്ലയോ ഭൂമിയെ ഭരിക്കുന്ന രാജാവേ, ദിവ്യഗുണങ്ങൾ രാമന് ഇന്ദ്ര തുല്യതയുണ്ട്, സത്യപരാക്രമനാണ്, ഇക്ഷ്വാകു കുലത്തിലെ എല്ലാ രാജാക്കന്മാരുടെയും മീതെയാണ് രാമൻ്റെ സ്ഥാനം. ഇവിടെ ഭരിക്കാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ, അതിൻ്റെ മുന്നെയാണ് പറയണം. അതേപോലെ രാമൻ സത്പുരുഷൻ ആണ് എന്ന് വെച്ചാൽ ഈശ്വര തുല്യതയുണ്ട്. സ്ത്രീയോടു കൂടിയിട്ട് ധർമ്മത്തെ മുൻനിർത്തിക്കൊണ്ട് അത് ശ്രീരാമന് മാത്രമേ സാധിക്കൂ ഭരിക്കാൻ. ലോകരെ രഞ്ജിപ്പിക്കുക, സന്തോഷിപ്പിക്കുക എന്നത് പൗർണമി ചന്ദ്രനെ പോലെ അമൃത ശീതള രശ്മികളെ കൊടുത്തുകൊണ്ട്, അങ്ങനെ ക്ഷമാമാർഗത്തിൽ ഭൂമിയെപ്പോലെ, ബുദ്ധിശക്തിയിൽ ബൃഹസ്പതിയെപ്പോലെ, വീര്യത്തിൽ ഇന്ദ്രനെപ്പോലെ, ധർമ്മജ്ഞൻ, സത്യസന്ധൻ, ഏറ്റവും നല്ല സുശീലൻ, അതേപോലെ അസൂയ തൊട്ടുള്ള കാര്യങ്ങളൊന്നും നെഗറ്റീവ്സ് ഒന്നും ഇല്ലാത്തയാളുടെ ഭാവം, ക്ഷമാശീലൻ, പിന്നെ എല്ലാവരെയും ആശ്വസിപ്പിക്കുക,
അതേപോലെ നിഷ്കളങ്കൻ, നിഷ്കപടൻ, ശുദ്ധചിത്തൻ, അതേപോലെ ഈ എന്താണ് ഉത്തരവാദിത്വം അത് അറിഞ്ഞു ചെയ്യുന്നയാൾ, അതേപോലെ ഈ സമദമം ഉള്ളയാൾ, പിന്നെ എല്ലാവരോടും എപ്പോഴും ശാന്തനായിട്ട് മൃദുവായിട്ട് കാര്യങ്ങളെ പറയണു, വീക്ഷിക്കണു, നടപ്പാക്കണു. പിന്നെ ചഞ്ചലചിത്തനല്ല. അതേപോലെ സൗഹൃദം, പിന്നെ എല്ലാ അർത്ഥത്തിലും പ്രിയത്തെ മാത്രമേ പറയുള്ളൂ. ഹിതം പ്രിയമായിട്ട് പറയുന്നയാൾ. പിന്നെയോ സത്യവാദി, സത്യം മാത്രമേ പറയൂ. അതേപോലെ വേദവിത്തുക്കളായിട്ടുള്ള ബ്രാഹ്മണരെയും വൃദ്ധന്മാരെയും ഒരേപോലെ കീർത്തിക്കണു, ഉപാസിക്കണു, സേവനം ചെയ്തു കൊടുക്കണു. ആ ശ്രേയസ്, യശസ് ഇതെല്ലാം കുലത്തിന്, ഇക്ഷ്വാകു കുലത്തിന് വർദ്ധിപ്പിച്ചു കൊടുക്കണു. ദേവ, അസുര, മനുഷ്യ ആ വീര്യം പ്രകടിപ്പിക്കുന്ന ഓരോ യോദ്ധാക്കളെക്കാട്ടിലും ഇത് സ്ഥാനം. അസ്ത്രവിദ്യയിൽ അത്രയും വിശാരദ ഭാവം. പിന്നെയോ വിദ്യ വേണ്ട രീതിയിൽ അറിഞ്ഞിട്ടുണ്ട്, പ്രയോഗിക്കുന്നുണ്ട്. രാജാവായിട്ടില്ല കേട്ടോ, അപ്പം മുന്നേ കൂട്ടി പറയാണ്. അതാണ്. പിന്നെ വേദാംഗങ്ങളെല്ലാം അറിയുന്നയാളാണ്. പിന്നെ സംഗീതം തൊട്ടുള്ള കാര്യങ്ങളിൽ നിപുണനാണ്. ഗന്ധർവഗീതം. അതേപോലെ ഭരതൻ്റെ ഏട്ടനാണ്. അവിടെയാണ് ഭരതൻ്റെ ആനുകൂല്യം വേണം ഭരിക്കുമ്പോൾ ശ്രീരാമന് എന്ന് ദശരഥൻ പറഞ്ഞു. ഇവിടെ ഭരതൻ്റെ ഏട്ടനാണ്, ഉന്നത ശുഭകുലജാതനാണ്, വിശുദ്ധനാണ്, ഉത്സാഹശാലിയാണ്, മഹാമനസ്കനാണ്. ഈ ശ്രേഷ്ഠന്മാർ, ധർമാർത്ഥ നിപുണന്മാരായിട്ടുള്ള ബ്രാഹ്മണരിൽ നിന്ന് ശിക്ഷണം, ഈ വസിഷ്ഠനിൽ നിന്ന്, വിശ്വാമിത്രനിൽ നിന്ന്, മറ്റ് പല മഹാബ്രാഹ്മണന്മാരിൽ നിന്നൊക്കെ ഈ വേദത്തെ, വിദ്യകളെ, അസ്ത്രശസ്ത്രാദികളെ ഒക്കെ നല്ലോണം സ്വീകരിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഈ രാജശാസനാദി കാര്യങ്ങളൊക്കെ വളരെ പ്രധാനമാണ്. അപ്പോൾ വർണ്ണാശ്രമ ധർമ്മങ്ങളെയൊക്കെ നല്ലോണം പഠിച്ചിട്ടുണ്ട് എന്ന് സാരം. ഇപ്പോൾ വേദം മാത്രം പഠിച്ചാൽ പോരാ, വേദത്തിൻ്റെ കൂടെ അതിൻ്റെ വൈദിക, താന്ത്രിക, പുരാണം, ഉപനിഷത്ത്, ഇങ്ങനെ ശാസ്ത്രങ്ങൾ എല്ലാം പഠിച്ചിട്ടുണ്ട് നല്ലോണം. പിന്നെയോ ഈ ഗ്രാമത്തിനോ നഗരത്തിനോ അതേപോലെ യുദ്ധാദി കാര്യങ്ങളിലോ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ ലക്ഷ്മണനോട് കൂടിയിട്ട് പോവുകയും ചെയ്യും, ജയിച്ചിട്ടേ വരുള്ളൂ. അതേപോലെ ഈ ആനപ്പുറത്തായാലും വേണ്ടില്ല, രഥത്തിലായാലും വേണ്ടില്ല, കുതിരയിലായാലും വേണ്ടില്ല, എപ്പോഴും ഇനി നടന്നിട്ടായാലും വേണ്ടില്ല, ചതുരംഗ സേനകളെയും നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ആന ഒരു പ്രത്യേക വിഭാഗമാണ്, തേര് പ്രത്യേക വിഭാഗമാണ്, കാലാള പ്രത്യേക വിഭാഗമാണ്. തേരായാലും ആനയായാലും കുതിരയായാലും ഒരേപോലെ ആ സൈന്യത്തിൻ്റെ നേതാവായിട്ട് അതിനെ നയിക്കാൻ കഴിയുന്ന, അതെല്ലാവർക്കും കഴിയില്ല, അത് രാമനുണ്ട്. ഇങ്ങനെ പൗരന്മാരോട് സ്വജനത്തെ പോലെ എല്ലായ്പ്പോഴും എല്ലാ കുശലങ്ങളും അന്വേഷിക്കുന്നു. ബന്ധുക്കളോട്, വീട്ടിലുള്ളവരോട്, സഹോദരന്മാരോട്, അച്ഛനമ്മമാരോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതേപോലെ തന്നെ ജനങ്ങളോടൊക്കെ പെരുമാറാം. അങ്ങനെയുള്ള ഗുണം സാധാരണ എല്ലാവർക്കും ഇല്ല. അതുപോലെ അഗ്നിഹോത്രാദി കാര്യങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങളെ നന്നായിട്ട് ചെയ്യണു. പിന്നെ പരിജനങ്ങൾ, ശിഷ്യർ, അവരെയൊക്കെ നല്ലോണം വേണ്ട രീതിയിൽ അന്വേഷിച്ച് എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ അതൊക്കെ ചെയ്തു കൊടുക്കണു. പിന്നെ അച്ഛൻ മക്കളോട് എങ്ങനെയാണോ വേണ്ടത് അതേപോലെ. പിന്നെ ഈ ശ്രോതാവാകുക സാധാരണ വലിയ ഗുണമാണ്. ആചാര്യൻ ശ്രോതാവാകണം, മാഷ് ശ്രോതാവണം, രാജാവ് ശ്രോതാവണം. ഇങ്ങനെയൊക്കെ ചില നിയമങ്ങളുണ്ട്. അപ്പോൾ ആ നിയമങ്ങളെ പാലിക്കുന്നയാളാണ്. എന്നുവെച്ചാൽ ഈ ശിഷ്യൻ്റെയോ പ്രജയുടെയോ ആഗ്രഹങ്ങളെ, ആവശ്യങ്ങളെ കേൾക്കാനും സംശയങ്ങളെ അത് കേട്ടാലല്ലേ തീർത്തു കൊടുക്കാൻ പറ്റൂ, അതിന് തയ്യാറാവണം. അതല്ല വെച്ചാൽ വൺ വേ ആകുമ്പോൾ റേഡിയോ പോലെയായിട്ട് കാര്യമില്ല, അത് വൺ വേ ആണ്. ചോദ്യം ഉത്തരം വേണം, സംവാദമായിട്ട് വേണം. അതാണ് പുരാണത്തിന് ഇത്രയും പ്രാധാന്യം വരാനുള്ള കാരണം. എന്താ? വേദം ആജ്ഞയാണ്, അത് വൺ വേ ആണ്. പുരാണം അങ്ങനെയല്ല, ശ്രോതാവും വക്താവും പരസ്പരം സംവദിച്ചും കൊണ്ടാണ്. അതുകൊണ്ടാണ് പുരാണത്തിന് ഇത്രയും കൂടുതൽ മഹാത്മ്യം വരാനുള്ള കാരണം. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ശാസ്ത്രങ്ങളായാലും ഉപനിഷത്തുകളായാലും മറ്റ് എല്ലാ വിദ്യകളും ഈ
സംവാദം പോലെയാണ്. ഗുരു ശിഷ്യ ബന്ധം സംവാദം പോലെയാണ്. അങ്ങനെ ആകുമ്പോഴേ അത് ശരിക്കും പഠിക്കുള്ളൂ. വൺ വേ ടോക്ക് ആയാൽ അത് വേണ്ട രീതിയിലാവില്ല. അപ്പോൾ രാജാവ് അങ്ങനെ വേണമെന്ന അത് ചെയ്യുന്നയാളാണ്. മാത്രമല്ല എല്ലാ അർത്ഥത്തിലും എല്ലാ പ്രവൃത്തികളിലും മനസാവചസ കർമ്മണ ഒരു തെറ്റും ചെയ്യാത്തയാളാണ്. താൻ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് അഹിതമാവരുത്, ഹിംസയാവരുത് എന്ന് ചിന്തിക്കുന്നയാളാണ്. അപ്പോൾ അതുകൊണ്ട് ആ പ്രാധാന്യം ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും പുരുഷവ്യാഘ്രനായിട്ടുള്ള പുലിയായിട്ടുള്ള ഇതി പുരുഷവ്യാഘ്ര സദാ രാമോഭിഭാഷതേ വ്യസനേഷു മനുഷ്യാണാം ഭൃശം ഭവതി ദുഃഖിത. എല്ലാവരുടെയും വ്യസനങ്ങൾക്ക് പരിഹാരം കാണുന്ന രീതിയിലുള്ള ഭാവം രാമനുണ്ട്. അതുകൊണ്ട് രാമനെ രാജാവാക്കിക്കോളൂ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ രാജാക്കന്മാർ ദശരഥ മഹാരാജാവിനോട് പറഞ്ഞു. ഇപ്പോൾ 40 ശ്ലോകങ്ങൾ വരെ രണ്ടാമത്തെ സർഗത്തിൽ നമ്മൾ പറഞ്ഞു. അപ്പോൾ 61 ശ്ലോകം ഇപ്പോൾ നമ്മൾ പറഞ്ഞു. ഇനി ബാക്കിയുള്ളത് അടുത്ത ദിവസം പറയാം. എല്ലാവരും ഇത് ശ്രദ്ധയോട് കൂടിയിട്ട് കേട്ട് ഷെയർ ചെയ്യണമെന്ന് വിനീതമായിട്ട് പ്രാർത്ഥിക്കണം. നാരായണ നാരായണ.